നാളുകൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു ചെറിയൊരു മിനി വ്ളോഗാട്ടോ അത്. അതായത് മിനി വ്ളോഗ് എന്ന് പറയാനുള്ള എൻ്റെ റീസൺ തന്നെ എന്താ പറയുക, അവിടെയും ഇവിടെയൊക്കെ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് എടുത്തില്ല. എന്നും വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം, ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടണം വിചാരിക്കും, പക്ഷെ പറ്റണില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കാൻ മറക്കണതാട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇവിടെ ഏട്ടൻ ശബരിമലയ്ക്ക് വിഷുവിന് ശബരിമല തൊഴാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നോമ്പ് തുടങ്ങിയ കാരണം രാവിലെ തന്നെ കുളിച്ചിട്ടാണ് അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ച് കുളിക്കുകയാണ്. എന്നിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ കുട്ടികളും എണീച്ചിട്ടില്ല, അവർ ചെറുതല്ല, അപ്പോൾ അവരെ നേരത്തെ വിളിച്ച് എണീപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അവരെ എണീപ്പിച്ചിട്ടില്ല. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഏട്ടൻ അവിടെ ഫോൺ കണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ അതാ താഴത്തേക്ക് ഇറങ്ങി. അമ്മ എണീച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ കുറച്ച് മുമ്പ് ഡോഗിനെ പുറത്തേക്ക് ആക്കാൻ നേരത്തെ അമ്മ കുളിക്കുകയായിരുന്നു. ഇപ്പോൾ അത് അമ്മ അടുക്കളയിൽ പണി ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൂണോ അവിടെ നിന്ന് കുരയ്ക്കാനായിട്ട് എന്താ നോക്കാൻ പോയി. അങ്ങനെ ഉമ്മറത്തെ വാത് തുറന്നു. നല്ല ചെറുതായിട്ടൊരു കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ മുറ്റത്ത് വീണിറക്കുന്നുണ്ട്. കണ്ടോ, ഈ വീഡിയോയിൽ തന്നെ കണ്ടില്ല, ഒരു 5-6 വീണിറക്കുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ നല്ലതാവണമെന്നില്ല, കുറച്ചൊക്കെ ചീഞ്ഞതാണ് കേട്ടോ. അങ്ങനെ വീണിട്ട് പൊട്ടുമ്പോഴുള്ള ചതവുണ്ടല്ലോ അതുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞിട്ട് വേഗം വിളക്ക് വെച്ചിട്ടോ. പിന്നെ ഞങ്ങൾ അമ്മായിനായിട്ട്, എൻ്റെ അമ്മായിട്ടോ, അത് ഞങ്ങൾ ഒരു ശ്രീരംഗം നൃത്ത വിദ്യാലയത്തിൻ്റെ ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിക്ക് പോയതാണ്. ആ ഒരു ബാച്ചിൽ ഞാനും എൻ്റെ മോളും ചേർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി മുമ്പ് ഭരതനാട്യം പഠിച്ചതായിരുന്നു. അപ്പോൾ വീണ്ടും മോഹിനിയാട്ടം റീകണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ അതാ മോള് ഞാൻ ചേർത്തിട്ടുണ്ട്. മോള് കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ചു അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുറച്ച് കളിച്ചു കേട്ടോ. കളിക്കാമെന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടിങ്ങുള്ളൊരു എക്സസൈസ് പോലെ 3-4 സ്റ്റെപ്പുകൾ ടീച്ചർ പഠിപ്പിച്ചു തന്നു. അങ്ങനെ കാരണം ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു വീണ്ടും റീകണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അത് പറ്റി. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഷട്ടിൽ ബാറ്റ് കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ വേറെ ആരുമില്ല എൻ്റെ കൂടെ കളിക്കാൻ. ഞാൻ അങ്ങനെ അമ്മായിമ്മനെ പിടിച്ച് വലിച്ചിട്ടാട്ടോ കൊണ്ടുവന്നിരിക്കണത്. അമ്മേനോട് കുറേ പറഞ്ഞിട്ടാണ് അമ്മ വന്നത്. അമ്മയ്ക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ പറ്റുന്നിടത്തോളം അമ്മ ശ്രമിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കുറേ നേരം കളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറയും ആവണില്ല, ഈ ഞോൻ വന്നിട്ട് കളിച്ചോ എന്ന് പറഞ്ഞു. എന്ന് പറയണത് എൻ്റെ ഭർത്താവാട്ടോ. ഭർത്താവ് വന്നിട്ട് കളിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അമ്മ എന്നാൽ ശരി, അമ്മയ്ക്ക് വയ്യാണ്ടായി. അമ്മ നല്ലോണം കിതയ്ക്കാനൊക്കെ തുടങ്ങി. കുറേ നേരം പാവം അമ്മയ്ക്ക് അടിക്കാൻ അറിയാതെ കാരണം കുഞ്ഞു എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ കളി നിർത്തി. മക്കൾ അവരുടെ രീതിയിൽ അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഓൻ വന്ന് ഞങ്ങൾ നല്ല കളി ചെയ്യുന്നു. എങ്ങനെ പോലെ ഒരു 1/2 മണിക്കൂറോളം ഞങ്ങൾ കളിച്ചു. പക്ഷേ ലാസ്റ്റ് ഞാനാട്ടോ ജയിച്ചത്. അത് പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങനെ ഞാൻ ആളെയൊക്കെ കളിയൊക്കെ ആക്കി. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ. കേസ് തോറ്റ് തോപ്പിട്ട് കയറി പോണ.